ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി കാലിൽ ആണിയൊക്കെ കൊണ്ട് വിശ്രമിക്കുന്ന സമയത്ത് സോമിപ്പോറ്റി വന്ന് പറയുന്നുണ്ട്, അതേ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പോകുന്നതിന് മുന്നേ ബാലൻ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് വേണം പോകാനെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുമേനിയെന്ന് ചോദിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ പരികർമ്മികൾക്കൊക്കെ കുറച്ച് ദക്ഷിണയൊക്കെ കൊടുക്കണമല്ലോ, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആണുങ്ങളെല്ലാം ധർമ്മനും നമ്മുടെ ആനന്ദും ആര്യനും എല്ലാവരും കൂടി ചേർന്ന് സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടല്ലോ. ആ നേരത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോമ്യപ്പോറ്റിയാണെങ്കിൽ ബാലനെയും മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഗോമതിയെ താങ്ങിക്കൊണ്ട് മീനാക്ഷിയും നമ്മുടെ അനുമോളും കൂടെ കാറിൻ്റെ അടുത്തേക്ക് വരുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ വിട്, അത് പറ്റത്തില്ല, കാലൂന്നി നടക്കല്ലേ അപ്പച്ചി. അപ്പച്ചിയല്ല കേട്ടോ, അമ്മേന്നാണ് വിളിക്കുന്നത്, ഇത്രയാണല്ലോ അപ്പച്ചിന്ന് വിളിക്കുന്നത്. അപ്പം ഗോമതി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലയെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അമ്മ അകത്തേക്ക് കയറ്. അതല്ല, പോകുന്ന വഴിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കയറണം. വേണ്ട, എനിക്കൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? തുരുമ്പുള്ള ആണിയാ കൊണ്ടത്, ടീറ്റി എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റി ഞാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് ചോദിക്കുന്നത്, അയ്യോ ബാക്കി ആര്യനും അവരൊക്കെ എവിടെ? ദാ വരുന്നു എന്നും പറഞ്ഞ് പോയതല്ലേ, കാണാനില്ലല്ലോ. അത് ശരിയാണല്ലോ, അവരെ കാണാനില്ല, അച്ഛനെയും കാണുന്നില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോഴാണ് അച്ഛനും സോമ്യപ്പൊറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ കാണുക കേട്ടോ. അയ്യോ അതെന്ത് പറ്റി? അവർ മാറി നിന്ന് സംസാരിക്കുന്നല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അമ്മ അങ്ങോട്ട് നിൽക്കുക, അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അമ്മ അകത്തേക്ക് കയറിക്ക്. അങ്ങനെ ഗോമതിയെ അകത്തേക്ക് കയറ്റി ഇരുത്തട്ടോ കാറിനകത്ത്. പക്ഷേ സോമ്യപ്പൊറ്റിയോട് ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ സോമ്യപ്പൊറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ മാറ്റി നിർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അതല്ല, ഞാൻ ഇപ്പോൾ ഗോമതിയുടെ മനസ്സിൽ ആകെ ഒരു സമാധാനമുണ്ട്, അത് മാറ്റണ്ടെന്ന് വെച്ച് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് സത്യാവസ്ഥ പറയാത്തത്. എന്താ പൊറ്റി, സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറഞ്ഞോളൂ. അതെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനിഷ്ടം വരാനിരിക്കുകയാണല്ലോ, അതിൻ്റെ കർമ്മഫലം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പൂജ കാര്യങ്ങളൊക്കെ ഗോമതി ചെയ്തത്. പക്ഷേ ഇത് വിജയകരമായി പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയണം. അയ്യോ, അപ്പോൾ പോറ്റിയല്ലേ പറഞ്ഞത് ഒക്കെ ശരിയായെന്ന്? അതെ, ഞാനൊരു കാര്യം പറയാം. പിന്നെ വേറൊന്നുമല്ല, നിങ്ങൾ വ്രതമൊക്കെ നോക്കി നല്ല രീതിയിൽ ദേവിയുടെ അനുഗ്രഹത്തോടെ അനുവാദത്തോടു കൂടി തന്നെയാണ് നമ്മളിത് നടത്തിയത്. പക്ഷെ നല്ല രീതിയിലാണോ ഇത് അവസാനിച്ചത്? അല്ലല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് ഇവിടുത്തെ ദേവീനെയും മുരുകസ്വാമിയെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചാണ് നമ്മളിത് ചെയ്തത്. അതിനിടയ്ക്ക് എന്താ ഇവിടെ കണ്ടത്? രക്തമല്ലേ കണ്ടത്? അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ വലിയൊരു നഷ്ടം സംഭവിക്കാനുണ്ട്. ആ നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചേ മതിയാവുന്നതാണ് അതിൻ്റെ തെളിവ്. നിങ്ങളിനി എത്രയൊക്കെ പൂജ ചെയ്താലും ശരി തന്നെ, അത് നടക്കാനുള്ളത് വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ല, അത് നടക്കും. എന്താ പോറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ അതിനുള്ള പരിഹാരമെല്ലാം ചെയ്തില്ലേ? ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്തോ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തുകൂടെ പോയി നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ വലിയ ഒരു അനിഷ്ടം വരാനിരിക്കുന്നതിൻ്റെ കാഠിന്യം ഒരല്പം കുറച്ച് തരും ദേവി, അത്രയേ ഇപ്പം നടക്കുന്നുള്ളൂ. അത് ഞാൻ ഗോമതിയോട് പറഞ്ഞാൽ അവരാകെ ആശങ്കപ്പെടും, വെപ്രാളപ്പെടും, പ്രശ്നമാവും. അവർക്ക് ഒന്നാമതേ വയ്യാണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ മാറ്റി നിർത്തി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. വരാനുള്ളത് നടന്നു തന്നെ ആവണം, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പം ബാലൻ അതോടുകൂടി തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവിക്കാനുള്ളതെന്ന് അറിയില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആര്യനും ആനന്ദും കൂടെ ഒരു ഹരീന്ദ്രനെ വിളിച്ച് 2 ഇടിയൊക്കെ കൊടുത്തിട്ട് അലോകിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അലോകിനെ അവിടെ നിന്നും കൊണ്ട് ഫോൺ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഫോണിൽ അലോക് അയാൾ പറയണ സ്ഥലത്തേക്ക് ഒരു പാലത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുക കേട്ടോ. അവിടെ വന്ന് കുറേ നേരം സിഗരറ്റൊക്കെ വലിച്ച് കാത്ത് നിൽക്കുന്നുണ്ട്. ഇയാൾ എന്തിനാവും എന്നെ ഇങ്ങോട്ട് വരാനായിട്ട് വിളിപ്പിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആര്യനും ആനന്ദും അവിടെ ആകാശമൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ആകാശം ഒരു വലിയ വടി ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുന്നതാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലും ആര്യൻ, തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ ആനന്ദ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. ഒന്നോടി രക്ഷപ്പെടാൻ പോലും പറ്റുന്നതിന് മുന്നേ അടിച്ചിടുക കേട്ടോ അവൾ അലോകിനെ. ഇവരെല്ലാവരും കൂടെ അലോക് കുതറി മാറാനും തിരിച്ച് അടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 3 പേരും കരുത്തുള്ളവരല്ലേ, അടിച്ച് പഞ്ചറാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലോകിനെ. അങ്ങനെ അലോക് അവസാനം ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാണ്. ഓടി ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് താഴേക്ക് മറിഞ്ഞു വീഴുക കേട്ടോ. പക്ഷേ ഇവർ വിടുന്നില്ല. ഇവർ 3 പേരും അങ്ങോട്ട് തന്നെ ചാടി കായലിരുന്ന വടി കൊണ്ടും ഒക്കെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. എന്ത് പണിയാടാ നീ കാണിച്ചത്? എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കുന്നല്ലേ? നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നതാണോ കേട്ടോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നീ എന്താ വിചാരിച്ചത്? ഞങ്ങളൊന്നും അറിയില്ലെന്നല്ലേ? കൊള്ളാം, നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട്
അപ്പോൾ അവസാനം അലോകിനെ കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ അങ്ങോട്ട് നിൽക്കാനട്ടോ ആര്യൻ. അപ്പോൾ ആര്യനാണെങ്കിൽ നോക്കുമ്പോൾ അവിടെ ഒരു ബിയർ കുപ്പി കിടപ്പുണ്ട്. ആകാശിനോട് പറയുന്നുണ്ട്, ആകാശേട്ടാ ആ ബിയർ കുപ്പി ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ ആ കുപ്പി എടുത്ത് പൊട്ടിച്ച് അവിടെ അലോകിന് തലമണ്ടയിൽ അടിക്കാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ ധർമ്മൻ ഓടിക്കൊണ്ട് വരുവാണ് കേട്ടോ. ആര്യ നിർത്ത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, മതി, നിങ്ങളെ തല്ലി ചതച്ചില്ലേ അത് മതി, ഇവൻ ചെയ്തതിന് ഇത് തന്നെ ധാരാളം. മാമ എൻ്റെ അമ്മയാണ് ഇവൻ കൊല്ലാൻ നോക്കിയത്, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെയും റോഡിൽ കൂടെ പോണ പല പേപ്പട്ടികളും കുറച്ചുകൊണ്ടിരിക്കും. പേപ്പട്ടികൾ കടിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നി അതിനെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഇടിച്ച് ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കും അല്ലേ? നിങ്ങളിപ്പോൾ അതാണ് ചെയ്തത്, അപ്പോൾ അത് മതി, വിട്ടേരെ. എടാ അലോകേ, നിനക്കിപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതേ എൻ്റെ ഒറ്റ വാക്കുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ പിള്ളേർ നിന്നെ ഇപ്പം പടമാക്കി ഇവിടെ വച്ചേന്, മനസ്സിലായാലോ? ഇനി നീ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ, ഇത് അവസാനത്തതാണെന്ന് നീ വിചാരിച്ചോ? പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞു നമ്മുടെ ധർമ്മൻ എല്ലാവരെയും വിളിച്ച് തിരിയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും ഒന്നും കൂടെ അലോകനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി ഇത് നീ നടത്തിച്ചാൽ പിന്നെ ഇവരായിരിക്കില്ല കൈവയ്ക്കുന്നത്, ഞാനായിരിക്കും നിനക്കിട്ട് ഞാൻ തരുന്നത്, ഇത് നീ ഓർത്ത് വെച്ചോ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് തിരിഞ്ഞു പോവാണ്. അലോക ആകെ ചമ്മി നാറി തലയിൽ ഇടിയും ചതവും ഒക്കെ കൊണ്ട് ഒരു ഹോസ്പിറ്റലും കണ്ട കയറി ഒരു പ്ലാസ്റ്ററൊക്കെ നെറ്റിയിൽ ഒട്ടിച്ചും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്ന് കയറുക കേട്ടോ. രാജശ്രീയാണ് ആദ്യം കാണുന്നത്. അയ്യോ മോൻ്റെ അവസ്ഥ കണ്ട് അവരാകെ ഞെട്ടിത്തരിച്ചു പോയി. എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ലമ്മേന്ന് ആദ്യം പറയണമെങ്കിലും പിന്നെ ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ അകത്ത് കയറി വരുമ്പോൾ നന്ദിതയും അനന്തനും അച്യുതനും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ലോകി നിനക്ക് പറ്റിയത്? നീ ആകെ ചതഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നെറ്റിയൊക്കെ പൊട്ടിയിരിക്കുന്നല്ലോ. അത് എടാ സത്യം പറ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും നിന്നെ തല്ലിയോ? അപ്പോഴാണ് അവങ്ങ് ചമ്മി നിൽക്കാനട്ടോ അലോക്. എടാ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്നാണ് ചോദിച്ചത്. അവസാനം അലോക് വിചാരിക്കുന്നുണ്ട് അങ്ങ് ഗമയിൽ അങ്ങ് പറയാം, ഇവരെല്ലാവരും കൂടെ പോയി അവരെ പഞ്ഞിക്കിടുമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അലോക് പറയാം, എന്നെ അവന്മാർ അടിച്ചോ? ആരടാ അടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ പറ, ആരാ അടിച്ചത്? ആ ദേവമംഗലത്തെ ആര്യനും ആകാശും ആനന്ദും എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് തല്ലി. അത് ശരി, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് രാജശ്രീ അങ്ങോട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് അനന്തം വന്ന് പറയുന്നുണ്ട്, എടാ കാര്യം എന്താ? നീ കാര്യം പറ, എന്തിനാ അവർ തല്ലത്? എനിക്കറിയില്ല, അമ്മമാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് ഇടിച്ചു. അപ്പോഴാണ് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, കാര്യമില്ലാതെ നിന്നെ ചുമ്മാ അവർ തല്ലുവോടാ? അപ്പോൾ രാജശ്രീക്ക് ദേഷ്യം വരുവാണ്. രാജശ്രീ പറയും, അമ്മേ എന്തൊക്കെയായി നിങ്ങൾ ചോദിക്കുന്നത്? അവനെ തല്ലി എന്ന് പറയുമ്പോൾ അതിന് മറുപടി ചോദിക്കാനല്ലേ വേണ്ടത്? പിന്നെയും കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നല്ലാതെ കാരണമില്ലാതെ അവരങ്ങനെ ചെയ്യോ? അമ്മ ഇപ്പോഴും അവരെ സൈഡല്ലേ എന്നും പറഞ്ഞ് രാജശ്രീ അങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ അച്യുതൻ പറയാം, എൻ്റെ മോനെ തല്ലാൻ അവനൊക്കെ ആരാ കാണിച്ച് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങുമ്പോൾ അനന്തം പറയുന്നത്, നിൽക്ക് നിങ്ങൾ ആരും അവിടെ ചെന്ന് വഴക്കുണ്ടാകണ്ട, അലോകിൻ്റെ കാര്യം ഞാൻ ചോദിച്ചോളാം, വാടാ എന്നും പറഞ്ഞ് അലോകിനെ വിളിച്ച് നേരെ അപ്പുറത്തേക്ക് ചെല്ലാണ് കേട്ടോ. അവിടെ ചെന്ന് എടാ ആര്യ, എടാ ബാല ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ബാലൻ തന്നെയാണ് ആദ്യം ഇറങ്ങി വരുന്നത്. ഇതാരാണ്? നിങ്ങളൊക്കെ ആയിരുന്നോ? എന്താ കാര്യമെന്നോ? നിന്നെയൊക്കെ ഇവിടെ 2-3 ഗുണ്ടകളെ തീറ്റി കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് പറഞ്ഞിറക്കടാ, പറഞ്ഞു വിടടാ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അനന്തേ അവർ ചിലപ്പോൾ ഗുണ്ടകളായി പോവും ചില നേരത്ത്. എന്താണ് നിങ്ങൾക്കിപ്പോൾ കാര്യമൊന്നും ചോദിക്കാം കേട്ടോ. എൻ്റെ ഈ അലോകനെ തല്ല ഇവന്മാർക്ക് ആർക്കാണ് ലൈസൻസ് കൊടുത്ത്? ഇവന്മാരാരാ? കുരുത്തക്കേട് കയ്യിലിട്ടിപ്പ് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ തല്ലും. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാനെന്ന് പറയുന്നത് അവിടെ അച്ഛനാണ്. എൻ്റെ മനസ്സെന്തെങ്കിലും വേദനിപ്പിച്ചാൽ എൻ്റെ മക്കൾക്ക് സഹിക്കാനാവില്ല, ചിലപ്പോൾ അവർ തല്ലിന്നും വരും. അപ്പോഴാണ് ഗോമതി ഇറങ്ങി വരുന്നത് കേട്ടോ. ഗോമതിയുടെ കാല് വയ്യ, മുണ്ടി ഇറങ്ങി വരുവാണ്. അപ്പോൾ തന്നെ ബാക്കി എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ആര്യനോട് പറയുന്നുണ്ട്, എടാ ആര്യ, നീ എന്തിനാണ് ഇവനെ തല്ലിയത്? നിനക്കൊക്കെ എന്ത് അവകാശമാണ് തല്ലാനുള്ളത് എന്നും പറഞ്ഞ് കാണിച്ചു തരാടാ അങ്ങോട്ട്. കയ്യാങ്കളിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആര്യം പറഞ്ഞിട്ട്, ഇവൻ കാണിച്ച പോക്കൃത്തിന് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് അങ്ങോട്ട് വഴക്കിനങ്ങ് പോവാണ്. ആ സമയത്ത് പെട്ടെന്ന് ഇന്ദിരാമ്മ അങ്ങോട്ട് വന്നല്ലോ. എന്നിട്ടാണെങ്കിൽ നിർത്തിക്കോ, മതി, എന്താ നിങ്ങളുടെയൊക്കെ ഭാവങ്ങൾ? എങ്ങനെയെങ്കിലും അടിച്ച് ചാവണമെന്നാണോ നീയൊക്കെ വിചാരിച്ച് വച്ചിരിക്കുന്നത്? ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ കുടുംബം ഒന്നായി കാണണമെന്ന്, സമ്മതിക്കില്ലല്ലേ? മതി. എടാ അനന്ത, നീ എന്ത് ഭാവിച്ചിട്ടാ? ബാലന് നീ ആരാ? അല്ലെങ്കിൽ ബാലൻ നിൻ്റെ ആരാ? തിരിച്ചെങ്ങനെയാണ് ഇവിടെ ആര്യനാരാ? ആര്യൻ്റെ ഭാര്യ മിത്ര നിങ്ങളുടെയൊക്കെ ആരാ? ഇതെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണികൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഓരോ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെ ഒരാൾ അടിക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ തല്ലും കൊല്ലുമെന്നും പറഞ്ഞ് വെട്ടാനും കുത്താനും നിൽക്കുകയാണല്ലേ? മരിക്കുന്നതിന് മുന്നെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനും സഹകരിച്ച് പോകാനും എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമോ ഭഗവാനെ എന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. അവസാനം
നമ്മുടെ ആര്യം പറയുന്നുണ്ട് അതെ ഇവനെ അപ്പം തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇപ്പം ആലോകിനെ തല്ലിയത്, അതെന്തിനാ, അതിൻ്റെ ഒക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആദ്യം പറഞ്ഞ് എന്ന് അമ്മ ചോദിക്കുമ്പോഴാണ് ആര്യം പറയുന്നുണ്ട് തല്ലിയെ എല്ലാം ഇറന്ന് വാങ്ങിയതാ, ഇറന്നിനുമല്ല എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവൻ. ഗോമതിയെ കൊല്ലാൻ നോക്കി എന്നാണോ പറയണത്? അതെ, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി. അതും എങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എടാ അലോകേ, നീ കള്ളം പറയണ്ട. ഞാനേ ഇപ്പം തന്നെ ആ അമ്പലത്തിലെ മാനേജറെ ഇപ്പം ഞാൻ ഫോൺ ചെയ്യാൻ പോകണം. അയാൾ എല്ലാ സത്യാവസ്ഥയും പറയുന്നു. അയാളെ കൊണ്ട് പറയിപ്പിക്കണോ അതോ നീ തന്നെ ഇവിടെ എല്ലാവരുടെ മുന്നിലും പറയടാ സത്യം എന്ന് പറയട്ടോ ആര്യൻ. അപ്പം തന്നെ അലോകിനാകെ നാണക്കേടായി. അലോകിന് വേണ്ടിയിട്ട് സംസാരിക്കാമെന്നല്ലേ അച്യുതനും അനന്തനും ഒക്കെ. അനന്തൻ വലിയ ഗമയിൽ അങ്ങ് ഫ്രണ്ടിൽ വന്ന് നിൽക്കായിരുന്നില്ലേ. അങ്ങനെ എന്ത് പറയണം? അപ്പം അനന്തൻ ചോദിക്കണം, എന്താ കാര്യം തുറന്നു പറയാൻ, അവിടെ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലോക് ആകെ നാറി നിൽക്കാനുണ്ട്. എപ്പിസോഡിൽ ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്